അങ്ങനെ ഒറ്റ ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സോമനാഥ് എത്തി. വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഉറങ്ങിപ്പോയി. സോമനാഥിലാണ് നമ്മുടെ മെയിൻ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ വന്നാൽ പിന്നെ ഫുള്ള് വർക്ക് ഫോക്കസ്ഡ് ആണ്. പിന്നെ കുറച്ച് സമയം കിട്ടുമ്പോൾ വൈകുന്നേരം ഇതുപോലൊക്കെ ചുറ്റിക്കറങ്ങും. ഇവിടെ എപ്പോഴും ട്രാവലിങ്ങിനും ബൈക്കാണ് കൺവീനിയന്റ്. അതുകൊണ്ട് ഞങ്ങൾ ഫാക്ടറിയിൽ നിന്ന് എപ്പോഴും ഒരു ബൈക്ക് ഒപ്പിച്ചിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ചു കിടക്കും. ഹെൽമെറ്റ് ഒന്നും ഇവിടെ വിഷയമേ അല്ല. അങ്ങനെ ഫേമസ് ആയ സോമനാഥ് ടെമ്പിളിന്റെ രാത്രിയിലത്തെ വ്യൂ കണ്ടിട്ട് ഞങ്ങളുടെ സ്ഥിരം ഒരു ലസ്സി ഷോപ്പ് ഉണ്ട്. ആ ലസ്സിയും കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ നൈറ്റ് സൂപ്പർ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഭാൽക തീർത്ത് ടെമ്പിളിലോട്ട് പോവാണ്. പണ്ട് ഞാൻ വന്നപ്പോൾ ഇതൊക്കെ മുസ്ലിംസിന്റെ ഏരിയ ആണ്. ഇപ്പൊ മതിൽ വരെ ഹിന്ദുസിന്റെ ആയി. എങ്ങനെയാണോ ആവോ. പുരാണങ്ങളിൽ നുവാം ഭയങ്കര പുറകോട്ടാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു വേടൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലിൽ അമ്പ് ചെയ്തിട്ടാണ് ഭഗവാന്റെ മൃത്യുവിന് കാരണമായതും ആ ഒരു സ്ഥലമാണ് ഇന്ന് ഈ അമ്പലമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്റെ മലയാളം കിട്ടും ഞെട്ടരുത്. അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നേരെ ഞങ്ങൾ പോയത് ഫാക്ടറിയിലാണ്. അവിടെ ഞങ്ങൾക്ക് വർക്ക് ഉണ്ട്. ഇതാണ് വർക്കിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ.